ജംഷീർ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ മഴക്കെടുതികളൊക്കെ രൂക്ഷമാകുന്നുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറം, കോഴിക്കോട് ഭാഗത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വടക്കൻ കേരളത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മഴക്കെടുതികളും ഒപ്പം തന്നെ ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ളത്. എന്തായാലും ആ ഒരു ജാഗ്രതാ നിർദ്ദേശം അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാം, കുട്ടികളെ വീടിന് പുറത്തേക്ക് വിടരുത് എന്ന രീതിയിലൊക്കെ ജില്ലാ ഭരണകൂടമൊക്കെ വലിയ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോഴും ക്യാമ്പുകളുടെ പ്രവർത്തനം അത് സജീവമായി തുടരുകയാണോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ക്യാമ്പുകൾ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമ്പുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള നിർദ്ദേശം മന്ത്രി തന്നെ നേരിട്ട് നൽകിയിട്ട് അത് അദ്ദേഹം നമ്മോട് ഇന്ന് രാവിലെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഭദ്ര സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് കുഞ്ഞുങ്ങളാണ് ഇന്നലെ മലപ്പുറത്ത് ഈ വെള്ളക്കെട്ടിൽ വീണ് തോട്ടിൽ വീണ് വീടിന് സമീപത്തെ തോട്ടിൽ വീണ് 4ഉം 2.5 വയസ്സുള്ള കുട്ടികളാണ് വീണ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ അവരുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഉള്ള സംഭവങ്ങൾ. ഒന്ന് കൊണ്ടോട്ടി നീറാടും മറ്റൊന്ന് വണ്ടൂരിലുമാണ് ഇത്തരത്തിൽ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെയും ഇന്നൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഇന്ന് ഞായറാണ്, സ്കൂളില്ലെങ്കിൽ പോലും മദ്രസയും ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നത്. ഈ അവധി നൽകുന്നത് തന്നെ കുട്ടികൾ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ജില്ലാ ഭരണകൂടം ഇന്നലെ രാവിലെ മുതൽ തന്നെ കൃത്യമായി നിർദ്ദേശം നൽകുന്നുണ്ട്. കുട്ടികൾ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കണം. അതിൽ കൃത്യമായി മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരാണെങ്കിലും വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പുഴകൾ, തോടുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പശ്ചാത്തലത്തിൽ അതിനടുത്തേക്ക് പോകരുത്, ദുരന്തങ്ങൾ വരുത്തി വെക്കരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം ഇന്നലെയൊക്കെ തന്നെ നൽകുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നലെ 2 കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ മന്ത്രി തന്നെ അക്കാര്യം കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി നൽകുന്നത് ഇത്തരത്തിൽ കുട്ടികൾ പുറത്തിറങ്ങരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. ആ ഒരു ഘട്ടത്തിൽ വീട്ടിലുള്ള കുട്ടികൾ ഒരു കാരണവശാലും വെള്ളം കാണാനോ കാണിക്കാനോ ഒന്നും തന്നെ സുരക്ഷിതമല്ലാത്തൊരിടങ്ങളിലേക്ക് കുട്ടികളെയും കൊണ്ട് ഇറങ്ങരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടവും മന്ത്രി ഉൾപ്പെടെയുള്ളവർ നൽകുന്നുണ്ട്. അത് നമ്മൾ സ്വയം അത് പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വീടിന് സമീപത്തൊക്കെ തന്നെ വെള്ളക്കെട്ടുകളും പുഴകളും അതോടൊപ്പം തന്നെ ചെറിയ തോടുകൾ, ചെറിയ കുഞ്ഞുങ്ങളാണ്, ചെറിയ തോടുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ വീണാൽ തന്നെ അവർ മുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ കൊണ്ടോട്ടി നീറാടിൽ സംഭവിച്ചത് വീടിന് സമീപമുള്ള ചെറിയൊരു തോടാണ്. പക്ഷേ ആ തോടെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അതിലേക്ക് വീണത്. അപ്പോൾ കുട്ടികളെ സംരക്ഷിക്കേണ്ടതിന്റെ, കുട്ടികളെ നോക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്, മാതാപിതാക്കൾക്ക് തന്നെയാണ്, വീട്ടുകാർക്ക് തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളെയൊക്കെ തന്നെ സംരക്ഷിക്കുക, നോക്കുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കണം എന്നുള്ളത് കൂടി അവസരത്തിൽ പറയേണ്ടതുണ്ട്.